ഇപ്പോൾ CPIM ജനറൽ സെക്രട്ടറി ശ്രീ M.A. ബേബി ടെലിഫോൺ ലൈനിൽ. ശ്രീ M.A. ബേബി, മാർപ്പാപ്പയുടെ വിയോഗ വാർത്ത താങ്കൾ എങ്ങനെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ, സേവനങ്ങളെ കാണുന്നു? ശ്രീ M.A. ബേബി. ഒരു സംശയവുമില്ല, വല്ലാത്തൊരു ആഘാതമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിന് ഞാൻ കാണുന്നത്. ഇന്ത്യയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് ഇന്ത്യയിൽ എത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യയിലെത്തുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണണമെന്നുള്ളത് എൻ്റെ വലിയൊരു മോഹമായിരുന്നു. അതെല്ലാം ഇപ്പോൾ പൊലിഞ്ഞു പോയിരിക്കുന്നു. പാവങ്ങളുടെ മാർപ്പാപ്പ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെട്ടിരുന്നത്. യേശുക്രിസ്തു പിന്തുടർന്നതായി നാം മനസ്സിലാക്കുന്ന നിസ്വരോടുള്ള പക്ഷപാതം, നിന്ദിതരോടും പീഡിതരോടുമുള്ള യേശുക്രിസ്തുവിന്റെ പക്ഷപാതിത്വം, അത് ആ നിലയിൽ പിന്തുടർന്നിരുന്ന ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നിരീക്ഷണമുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട് ദരിദ്രനായ ഒരു മനുഷ്യൻ, പാവം മനുഷ്യൻ വഴിയരികിൽ കിടന്ന് മരിച്ചാൽ മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കില്ല, അത് വാർത്തയല്ല. എന്നാൽ ഓഹരി കമ്പോളത്തിൽ ചെറിയ താഴ്ചയോ ഉയർച്ചയോ ഉണ്ടായാൽ അത് പത്രങ്ങളിൽ വലിയ വാർത്തയായിട്ട് വരും. അപ്പൊ നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ തലതിരിഞ്ഞ മാധ്യമ ബോധത്തെ രൂക്ഷമായി വിമർശിച്ചയാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. ശ്രീ M.A. ബേബി, CPIM ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ മാർപ്പാപ്പയെ അനുസ്മരിച്ചത്. അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ വിലയിരുത്തുകയായിരുന്നു ശ്രീ M.A. ബേബി.